നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് ഓടിക്കൊണ്ടിരുന്ന ടാങ്കർ ലോറിക്ക് തീപിടിച്ചു. ഗതാഗത നിയന്ത്രണം. ടാങ്കറിന്റെ മുൻഭാഗം മുഴുവനായും തീ പടർന്നു. ടാങ്കറിലെ ജോലിക്കാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്ന ലോറിക്കാണ് തീപിടിച്ചത്. കയറ്റം കയറുന്നതിനിടെ ലോറിയിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കണ്ട് ഡ്രൈവർ വാഹനം നിർത്തുകയായിരുന്നു. ലോറിയുടെ അടിഭാഗത്ത് നിന്നാണ് തീ ആദ്യം പടർന്നത്. സംഭവത്തെ തുടർന്ന് ഏറ്റുമാനൂർ എറണാകുളം പാതയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴക്കെടുതി. സംസ്ഥാനത്ത് മരണം 12ആയി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്നും 2 മരണം. ഇതോടെ വ്യാഴാഴ്ച വരെയുള്ള സർക്കാർ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് മഴക്കെടുതിയുടെ ആകെ മരണം 12ആയി. തിരുവനന്തപുരത്ത് 2, പത്തനംതിട്ട 2, കോട്ടയം 3, പാലക്കാട് 3, കണ്ണൂർ 1, കാസർഗോഡ് 1 എന്നിങ്ങനെയാണ് മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്ക്. മിന്നലേറ്റ് കാസർഗോഡ് ബെള്ളൂർ സ്വദേശി ഗംഗാധരനും വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളിയായ പുതുവൈപ്പ് കോടിക്കൽ ദിലീപുമാണ് ഇന്ന് മരിച്ചത്. പുതുവൈപ്പ് ബീച്ചിലെ വെള്ളക്കെട്ടിലാണ് ദിലീപ് വീണത്. തിരുവനന്തപുരം സ്വദേശിനി ഫുജറയിൽ മരിച്ച നിലയിൽ. ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നു. ഫുജറയിൽ തിരുവനന്തപുരം സ്വദേശിനിയെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഷാനിഫ ബാബുവാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ഫുജൈറ സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ കെട്ടിടത്തിലെ 19ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ നിലയിലായിരുന്നു ഷാഫിനയുടെ മൃതദേഹം. നിർമ്മാണ കമ്പനി നടത്തുന്ന സനോജ് ബഷീർ കോയയുടെ ഭാര്യയാണ് ഷാനിഫ. മൃതദേഹം ഫുജൈറ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അവയവദാനത്തിന് നിർബന്ധിച്ചു. ഭർത്താവിനെതിരെ പരാതിയുമായി ആദിവാസി യുവതി. ഇടനിലക്കാരനും ഭർത്താവും ചേർന്ന് അവയവദാനത്തിന് നിർബന്ധിച്ചുവെന്നാണ് യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നെടുമ്പൊയിൽ സ്വദേശിനിയായ യുവതി DIGക്ക് പരാതി നൽകിയിട്ടുണ്ട്. വൃക്കദാനം ചെയ്യാൻ 9 ലക്ഷം രൂപ വാഗ്ദാനം നൽകിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇതിനായി തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും പിന്മാറിയ തന്നെ ഇടനിലക്കാർ ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട BJP മാർച്ച്. തുടർന്ന് സംഘർഷം. വെള്ളക്കെട്ടിന് പരിഹാരം കാണാത്ത മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിൽ സംഘർഷം. നഗരസഭാ ഓഫീസിനകത്തേക്ക് കടന്ന BJP പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. നഗരസഭാ കൗൺസിലർമാർ അടക്കമുള്ളവർ ഏറെ നേരം റോഡ് ഉപരോധിച്ചു. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് തുടർ സമരം നടത്താനാണ് BJPയുടെ തീരുമാനം.